ഷിയാക്കളുടെ വിശ്വാസം ശരിയല്ല, അവരുടെ ഒന്നും ശരിയല്ല, അവരുടെ ആചാരങ്ങളും ശരിയല്ല. സുബ്ഹാനല്ലാഹ്. ആശൂറ വരുമ്പോ, മുഹറം 10 വരുമ്പോ ഷിയാക്കൾക്കൊരു നെഞ്ഞത്തടിയാണ്. എന്തിനാണ് അവർ നെഞ്ഞത്തടിക്കുന്നത്? അവരോട് ആരാ നെഞ്ഞത്തടിക്കാൻ പറഞ്ഞ്? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഹദീസ് പറഞ്ഞിട്ടുണ്ടോ? അവരെന്തിനാ നെഞ്ഞത്തടിക്കുന്നത്? അവർക്ക് പറയാനുള്ളത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആശൂറയിന് കൊല്ലപ്പെട്ടു എന്നാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരുടെ ആളാണ്, നമ്മളെ ആളല്ലേ, നമ്മുടെ നേതൃത്വമല്ലേ. നമ്മളെന്നത് അടിക്കാത്തത്? കാരണം ഇസ്ലാം അതിനെ അനുവദിച്ചിട്ടില്ല. ഒരാൾ മരിച്ചതിന്റെ പേരിൽ നെഞ്ഞത്തടിക്കൽ ഹറാമാണ്. അത് ബാപ്പ മരിച്ചാലും നെഞ്ഞത്തടിക്കൽ ഹറാമാണ്. ഹറാമ് ചെയ്തുകൊണ്ടാണോ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സ്നേഹത്തിന്റെ പേരിലാണോ അത്? അതുമല്ല, അതൊരു രാഷ്ട്രീയ, അത് സ്നേഹമൊന്നുമല്ല. സ്നേഹമാണെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹിസ്കരിക്കുമ്പോൾ കൊല്ലപ്പെട്ടതല്ലേ? ആ വകയിൽ എന്താ നെഞ്ഞത്തടിക്കാത്തത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോൾ തലവെട്ടി കൊല്ലപ്പെട്ടതല്ലേ? ആ വകയിൽ എന്താ നെഞ്ഞത്തടിക്കാത്തത്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കയറി വരുമ്പോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച അതേ സുന്നികളെ മുശ്രിക്കാക്കി ചിത്രീകരിച്ച ഖവാരിജ് എന്ന് പറയുന്ന പുത്തൻവാദികൾ അലി ഇബ്നു അബി താലിബ് ശിർക്ക് ചെയ്ത മുശ്രിക്കാണ് എന്ന വാദപ്രകാരം തലവെട്ടി കൊന്നതല്ലേ? ആ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു കൊന്ന വകയിൽ എന്തേ ഇത്തരം കോപ്പിരാട്ടുകൾ ഇല്ലാത്തത്? അപ്പോൾ അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനുള്ള സ്നേഹമല്ല, അത് രാഷ്ട്രീയമാണ്. അവർക്ക് അവരെ രാഷ്ട്രീയം വളർത്താനുള്ള ഏർപ്പാടാണ്, അല്ലാതെ ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. നേരെ മറിച്ച് അവർക്ക് സ്നേഹമുണ്ടെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഖത്മ ഓതിക്കൂടെ? അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അവർക്ക് അതാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സാധാരണ സുന്നികൾ സിയാറത്ത് ചെയ്യും പോലെ സിയാറത്ത് ചെയ്തൂടെ? അവിടെ പോയി ഖബർ ചുറ്റണ്ട, ഖബർ ഇങ്ങനെ തവാഫ് ചെയ്യണ്ട, അത് ഹറാമാണ്. അതേപോലെ തന്നെ വേണ്ടാത്ത കർമ്മങ്ങളൊന്നും നടത്തണ്ട. എവിടെയും ഇസ്ലാമിന് നിയമമുണ്ട്. നിയമം മറികടന്നുകൊണ്ടുള്ള ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല. ഇവിടെ ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, ആദരിക്കപ്പെടേണ്ടവരുണ്ട്, ഔലിയാക്കൾ ആദരിക്കപ്പെടേണ്ടവരാണ്. അതിലേറ്റവും മുൻപന്തിയിലുള്ളവർ സഹാബികളാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഖുത്ബാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷമുള്ള ഖുത്ബ് ഹസൻ റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷമുള്ള ഖുത്ബ് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. ഇമാം ഷാറാനിയെ പോലുള്ളവർ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ മുആവിയ റളിയല്ലാഹു അൻഹു വെറുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരാൾ മുസ്ലിം ആവുക? എങ്ങനെയാണ് ഒരാൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെടുക? മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അലി റളിയല്ലാഹു അൻഹു വെറുത്തിട്ടില്ലല്ലോ. എന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മരണപ്പെട്ടു പോയ കൊല്ലപ്പെട്ടു പോയവരും എന്റെ മറുവശത്തുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവരും സ്വർഗത്തിലാണെന്നല്ലേ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ വലിയ വിവരം ഷിയാക്കൾക്ക് എവിടുന്ന് കിട്ടി? ഷിയാക്കളെ പിന്തുടരുന്ന കള്ളത്തരീഖത്തുകാർക്ക് എവിടുന്ന് കിട്ടി? ഓ സഹോദരന്മാരെ, സഹാബത്തിനെ അംഗീകരിക്കണം. അപ്പോഴേ ഒരാൾ ശരിയായ മുസ്ലിമാവുള്ളൂ. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത എത്ര ഹദീസുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന പറയുന്ന എത്ര ഹദീസുണ്ട്. ഞാൻ മെനിഞ്ഞാന്നു സഹീഹുൽ ബുഖാരിയിൽ മുതഅല്ലിമീങ്ങൾക്ക് ഓതി കൊടുത്തിട്ടുണ്ട്. ഐന ഉലമാഉക്കും മദീനത്തെ മിമ്പറിൽ ഖുതുബ ഓതുകയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ബദരീങ്ങൾ അടക്കമുള്ള സഹാബികളുണ്ട് ആ സദസ്സിൽ. അവരൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഖുതുബ ഓതാൻ അവസരം കൊടുത്തിരിക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഖുതുബയിൽ ചോദിക്കുന്നു, ഐന ഉലമാഉക്കും, നിങ്ങളെ പണ്ഡിതന്മാരെവിടെ? ആശൂറ ദിവസം നോമ്പെടുക്കുന്നത് അല്ലാഹു തആല ഫർളാക്കിയിട്ടില്ല. എടുക്കുന്നവർക്ക് എടുക്കാം, എടുക്കാത്തവർക്ക് എടുക്കാതിരിക്കാൻ സുന്നത്താണത്. പരസ്യമായിട്ട് പറയണം. അപ്പൊ സുഹൃത്തുക്കളെ, ആ മുആവിയ റളിയല്ലാഹു അൻഹു വെറുക്കുന്ന ചില ആളുകളുണ്ട്. അവര് തരീഖത്തിന്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. മുസ്ലിമീങ്ങൾക്ക് ഈമാൻ രക്ഷപ്പെടുത്താൻ കഴിയണം. മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാൻ കഴിയണം. ആകയാൽ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കണം. പക്ഷെ ആരാധന അല്ലാഹുവിന് മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഗുരുവായൂർ പോയി ഹൈന്ദവ മതക്കാർ, ഹിന്ദുമത സുഹൃത്തുക്കൾ ആ ഗുരുവായൂരിൽ പോയിട്ട് അവരെ ദേവാലയം ചുറ്റാറുണ്ട്. അതവരുടെ ആരാധനയാണ്. കാരണം അവരൊരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരല്ല. അവിടെയുള്ള അവരുടെ പ്രതിഷ്ഠകളും ആ അമ്പലവും ഒക്കെ
അവരുടെ വിശ്വാസത്തിൽ ആരാധനക്കർഹതയുള്ളതാണ്. മുസ്ലിമീങ്ങളോ അവർ ഹജ്ജ് ഉംറക്ക് പോയിട്ട് കഅബ ശരീഫ് ചുറ്റുന്നുണ്ട്, പക്ഷേ ആ ചുറ്റൽ ആരാധനയല്ല. കാരണം അവരുടെ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്, കഅബ ആരാധനക്കർഹതയുള്ളതല്ല. ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമാണ്. ആ വിശ്വാസമുള്ളവർ ആദരിച്ച് ചുറ്റുകയാണ്, അതുകൊണ്ട് ആരാധനയാകൂല. അതെ, അതിന്റെ മൂലയിൽ വെച്ച ഒരു കല്ലുണ്ട്, ആ കല്ല് മുസ്ലിമീങ്ങൾ ചുംബിക്കുകയാണ്, അതിന്റെ മേലെ നെറ്റി വെക്കുകയാണ്, ആദരിക്കുകയാണ്. അതിന്റെ പേരിൽ കല്ലിന് ആരാധനയാകൂല, കാരണം ആദരവ് മാത്രമാണ്. എന്തേ? അവരുറച്ച് വിശ്വസിച്ചിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. ആരാധനയുടെ അർഹത എന്താണ്? അതേ ഖൽഖാണ്, സൃഷ്ടിക്കുന്നവനാവുക എന്നതാണ്. അല്ലാഹു മാത്രമേ സ്രഷ്ടാവുള്ളൂ, അതിനാൽ അവൻ മാത്രമേ ഇലാഹുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കഅബയെക്കാളും ഹജറുൽ അസ്വദിനെക്കാളും മലക്കുകളെക്കാളും ഔലിയാക്കളെക്കാളും സർവ്വ അമ്പിയാക്കളെക്കാളും സർവ്വ സൃഷ്ടികളെക്കാളും ആദരിക്കപ്പെടേണ്ട വ്യക്തി ആരാണ്? ആദരിക്കപ്പെടേണ്ട സൃഷ്ടി ആരാണ്? സംശയമില്ലല്ലോ. ഏതൊരു മുസ്ലിമും പറയുമല്ലോ, വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിശിഖാഖി. ഏറ്റവും വലിയ ആദരവ് അല്ലാഹു നൽകിയതും എല്ലാവരും ഏറ്റവും വലിയ ആദരവ് നൽകേണ്ടതും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ ആദരവ് സഹാബത്ത് വകവെച്ചു കൊടുത്തത് കൊണ്ടല്ലേ അവിടുത്തെ ശരീരത്തിൽ നുറ്റി വീഴുന്ന വെള്ളം നിലത്ത് വീഴാൻ അനുവദിക്കാതെ സഹാബത്ത് കയ്യിലേറ്റുവാങ്ങി ശരീരത്തിൽ തൊട്ട് പുരട്ടിയത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. അവിടുന്ന് ഉപയോഗിച്ച കുപ്പായം വെള്ളത്തിലിട്ട് കഴുകി രോഗശമനം തേടിയത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അവിടുത്തെ വിയർപ്പുകൾ സുഗന്ധമാണ്. ആ വിയർപ്പ് കുപ്പിയിലാക്കി ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹ ശേഖരിച്ച് കുട്ടികൾക്ക് ബറക്കത്തിന് വേണ്ടി തൊട്ട് പുരട്ടി കൊടുത്തത് സഹീഹ് മുസ്ലിമിൽ നമ്മൾ കാണുകയാണ്. അവിടുത്തെ ശഅർ മുബാറക്, അവിടുത്തെ മഹത്തായ രോമം, അവിടുത്തെ മുടി അവിടുന്ന് തന്നെ സഹാബത്തിന് വിതരണം ചെയ്യുകയാണ്. അവരത് കൊണ്ടുപോയി വെള്ളിയുടെ ചിപ്പിയിൽ ആദരവോടെ സൂക്ഷിക്കുകയാണ്. അങ്ങനെ സൂക്ഷിച്ച മഹദിയായിരുന്നു ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ. ഫീ ജുൽജുലിൻ മിൻ ഫില്ലത്തിൻ, വെള്ളിയുടെ ചിപ്പിയിലാണ് നബി തങ്ങളെ മുടി സൂക്ഷിച്ചത്. ആ മുടി എടുത്തു കൊണ്ടുവന്ന് ഒരു കോപ്പയിൽ വെള്ളത്തിലിട്ട് ഫഖൽഖലതുഹു, ഹദീസിൽ കാണാം, ആ വെള്ളത്തിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിയിട്ട് വെള്ളം രോഗശമനത്തിന് വേണ്ടി സഹാബത്ത് കുടിക്കുന്നു. നബി തങ്ങളോട് എന്തെല്ലാം ആദരവുകൾ, ഏതെല്ലാം വിധത്തിലാണ് സഹാബത്ത് പ്രകടിപ്പിച്ചത്. ആ സഹാബത്തിനെ പിന്തുടർന്ന് ജീവിച്ചാൽ അല്ലാഹു പൊരുത്തപ്പെട്ടുവെന്ന് ഖുർആൻ. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ. അല്ലാഹു പൊരുത്തപ്പെട്ടു. സഹാബത്തിനെ കുറ്റം പറയാതെ ആദരിച്ച് ബഹുമാനിച്ച് അവരെ 100% പിന്തുടർന്ന് ജീവിച്ചിട്ടുള്ള ആളുകളെ അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് ഖുർആൻ. ഏറ്റവും വലിയ ആദരവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നു. ഓ നബിയെ, തിങ്കളാഴ്ച നോമ്പെടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഫീ ഉലിത്തു, അതെന്റെ ജന്മദിനമാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ ജനിച്ചത് കൊണ്ട് ആ ദിനത്തിന് ആദരവ് വന്നു എന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഫീഹി ഉലിത്തു. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതിനെല്ലാം ആദരവ് എന്തിനധികം പറയണം. അത്ഭുതകരമായൊരു വെള്ളമുണ്ടല്ലോ, അല്ലേ? നമ്മളെ നാട്ടിൽ 6 മാസം അതിലധികവും മഴയാ. പലപ്പോഴും പുഴ വക്കില, അല്ലെ കടൽ വക്കില. അങ്ങനെയെല്ലാമുള്ള നമ്മുടെ നാട്ടിൽ ഒരു കിണർ കുഴിച്ച്
ആ കിണറ്റിൽ നിന്ന് ഒരു കല്യാണാവശ്യത്തിന് വെള്ളമെടുക്കുമ്പോൾ വെള്ളം തീർന്നുപോയി. അതേ സമയത്ത് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കുടിക്കുകയും ഓരോ മാസത്തിലും വർഷത്തിലും കോടികൾ കുടിക്കുകയും കുടിക്കല് മാത്രമല്ല ക്യാനിലാക്കിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സംസം വെള്ളം വെറും പാറക്കെട്ടുകൾക്കിടയിൽ ചിലപ്പോൾ ഒരിക്കലും ഒരു മഴയും കിട്ടാത്ത നാട്ടിൽ, ചൂട് കടുകടുത്ത ചൂടുള്ള നാട്ടിൽ ഒരു ചെറിയ കിണറ്, ആ കിണറ്റിലെ വെള്ളം ലോകം മുഴുക്കെ കോടികൾ എടുത്തു കൊണ്ടുപോയി കുടിക്കുകയും അതുപോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ട് ഒരുറ്റ് വെള്ളം കുറയുന്നില്ലല്ലോ. ഫീ ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം. ആ കഅബയുടെ സമീപത്തുള്ള ആ കിണർ, ആ സംസം വെള്ളം, എന്താണ് അതിന്റെ ബഹുമാനം? ആ കിണർ എന്ന് പറയുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശനമേറ്റ സ്ഥലത്തുനിന്ന് പൊട്ടിയൊലിച്ചതാണ്. എന്താണ്, ഇസ്മായിൽ നബി അന്ന് നബിയായിരുന്നു, കുട്ടിയല്ലേ? പക്ഷേ കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ ശരീരത്തിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഒരംശം നിലനിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ചെറിയ കുട്ടിയാണെങ്കിലും അക്കുട്ടിയിൽ അതാ അഫ്ദലുൽ ഖൽഖ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരംശമുണ്ട്. ആ കാലുകൊണ്ട് തൊട്ട സ്ഥലത്തു നിന്ന് പൊട്ടിയൊലിച്ച വെള്ളം ഇന്നും വലിയ അത്ഭുതമായി നിലനിൽക്കുന്നു. അത് കുടിക്കുമ്പോൾ പലപ്പോഴും രോഗം മാറുന്നു. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അത് വിശ്വസിക്കുന്നു. ആദരവുണ്ട്, പലതിനുണ്ട് ആദരവ്. നോക്കൽ സുന്നത്തുള്ള ഒരാളുണ്ട് നമ്മളെ നാട്ടില്. ആരാന്നറിയോ? പള്ളി കമ്മിറ്റീന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല, വിനാരി മുക്കറിയ. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അയാളെ നോക്കൽ സുന്നത്താണ്. അദ്ദേഹത്തെ നോക്കൽ സുന്നത്താണ് ബാങ്ക് കൊടുക്കുമ്പോ. കാരണം ബാങ്ക് അത് വല്ലാത്ത വാചകങ്ങളാണ്. അത് കൊടുക്കുമ്പോ സംസാരിക്കരുത്. നമ്മൾ വേറെയുള്ള മതക്കാരൊക്കെ സ്റ്റേജ് വന്ന് മിണ്ടാണ്ടിക്കും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും. അങ്ങനെ ആയി പോകാൻ പാടില്ല. ബാങ്ക് വിളിക്കുമ്പോൾ അതിന് ആദരവ് കാണണം. അങ്ങനെ ആദരിക്കപ്പെടേണ്ട വസ്തുക്കളുണ്ട്, വ്യക്തികളുണ്ട്, അതേ വസ്തുതകളുണ്ട്, വിഷയങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ തൊടാൻ ഒതു വേണം. അതോതാൻ ജനാബത്തിൽ ശുദ്ധിയാകണം. ഓ സുഹൃത്തുക്കളെ, അത് കാലിന്റെ നേരെ വെക്കാൻ പാടില്ല. മുസ്ഹഫ് വെച്ചങ്ങോട്ട് കാല് നീട്ടാൻ പാടില്ല. മറ്റ് ടെക്സ്റ്റ് ബുക്ക് പിടിക്കുന്നത് പോലെ കയ്യിൽ താഴ്ത്തി പിടിക്കാൻ പാടില്ല. മുസ്ഹഫിനോട് വലിയ ആദരവ് വേണം. ഇൽമു എഴുതി വെച്ച കടലാസുകളോട് ആദരവ് വേണം. കിതാബുകളോട് ആദരവ് വേണം. പഠിപ്പിക്കുന്ന ഉസ്താദിനോട് ആദരവ് വേണം. പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട് ആദരവ് വേണം. അങ്ങനെ ആദരവിന്റെ വകുപ്പ് വളരെ വിശാലമാണല്ലോ. ആദരിക്കപ്പെടേണ്ടതുണ്ട്, ആദരിക്കപ്പെടേണ്ടവരുണ്ട്, ആദരിക്കപ്പെടുന്നതുണ്ട്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നത് ഖൈറാണ് കേട്ടോ. മുഅ്മിനീങ്ങൾ കിടക്കുന്ന സ്ഥലമാണ് മുഅ്മിനീങ്ങളെ മഖ്ബറ. അതുകൊണ്ട് തന്നെ ഖബറിന്റെ മേലെ മൂത്രമൊഴിക്കൽ ഹറാമാണ്. ഖബറിന്റെ മേലെ വിസർജിക്കൽ ഹറാമാണ്. കാരണം ഖബറിലുള്ള മോമിനിനെ ആദരിക്കണമെന്നതാണ്. ഓ സുഹൃത്തുക്കളെ, ആവശ്യമില്ലാതെ അതിൻ്റെ മേലെ കൂടി ചവിട്ടി നടക്കേണ്ട, ആവശ്യത്തിന് മാത്രം പോകാം. ഖബറിൽ കിടക്കുമ്പോഴും ആദരവുണ്ട്. ഖബറിൽ കിടക്കുന്ന മോമിനിക്ക് ആദരവുണ്ട്. ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് എത്രത്തോളം ബഹുമാനമുണ്ടോ അത്രത്തോളം അതിൻ്റെ പരിസരങ്ങൾക്കും ബഹുമാനമുണ്ട്. അതുകൊണ്ടല്ലേ ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഞാൻ കയറി
നിന്ന് ഖുതുബോദിയ മിമ്പറുണ്ടല്ലോ, ആ മിമ്പറിന്റെ തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ വീടുണ്ടല്ലോ. രണ്ടും ഞാനുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് ഞാൻ കയറി നിന്ന മിമ്പറാണ്, മറ്റൊന്ന് ഞാൻ കിടക്കുന്ന വീടാണ്. ഇത് രണ്ടിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം സ്വർഗത്തോട്ടമാണ്. ഏത് മൂമിനായ മനുഷ്യന്റെ ഖബറും അതേ മുത്തഖിയായ മനുഷ്യന്റെ ഖബർ റൗളത്തും മിൻ റിയാദിൽ ജന്ന. അങ്ങനെ ഹദീസിലുണ്ട്. പക്ഷേ നബി തങ്ങളെ ഖബർ മാത്രമല്ല, അതിന്റെ പരിസരവും റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോട്ടമാണ്. അതുകൊണ്ടല്ലേ ഇന്നും പോകുന്ന ആളുകൾ ആപ്പിലൂടെ സമയം ചോദിച്ചു വാങ്ങി അവിടെ ഒന്ന് കയറി നിസ്കരിക്കാൻ ശ്രമിക്കുന്നത്, അതിന്റെ പരിഗണന കാണുന്നത്. അതൊന്നും ആരും ശിർക്കായി തള്ളല്ലേ, അതൊക്കെ മോശമായി കാണല്ലേ. അല്ലാഹു ബഹുമാനിച്ചതിനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത് ഖൈറാണെന്ന് ഖുർആൻ. ആ നബി തങ്ങളെ സമീപത്ത് നിന്ന്, ഓ സ്ത്രീകളെ, നിങ്ങൾ ഹജ്ജിന് പോയാൽ ഉംറക്ക് പോയാൽ അവിടെ നിന്ന് വിവരമില്ലാത്ത സ്ത്രീകൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത് കേൾക്കും. നിങ്ങളാരും നബി തങ്ങളെ ഹദ്റത്തിൽ ശബ്ദിക്കല്ലേ. അതേ, ഇന്നല്ലദീന യഖുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന അംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. സഹാബത്തിന്റെ വലിയ ബഹുമാനം തന്നെ റബ്ബ് പറഞ്ഞത് എന്താണ്? അവർ നബി തങ്ങളെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കൂല, അവർ വളരെ പതുക്കെയേ സംസാരിക്കൂ. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ ഹബീബ് നബി തങ്ങളെ മുമ്പിൽ വെച്ച് ശബ്ദമുയർത്തല്ലേ, നിങ്ങളെ അമല് പൊളിഞ്ഞു പോകുമെന്ന് ഖുർആൻ. എന്തൊരാദരവാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നത്. പക്ഷേ ഒരൊറ്റ മുസ്ലിം നബി തങ്ങൾ ആരാധിക്കൂല, ഒരു മഹാനെയും ആരാധിക്കൂല. മുസ്ലിമീങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. അപ്പോൾ ആരാധ്യനായ അല്ലാഹു സ്ഥാപിച്ച മതം അതാണ് ഇസ്ലാം. വദഉൻ ഇലാഹിയുൻ, ദൈവികമായ വ്യവസ്ഥിതിയാണ്, ദൈവികമായ സ്ഥാപിതമായ, അല്ലാഹുവിനാൽ സ്ഥാപിതമായ, അല്ലാഹു സ്ഥാപിച്ചതാണ് മതം. വദഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദവിൽ ഉഖൂൽ, ബുദ്ധിയുള്ളവരെ അത് നയിക്കും. ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ്, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആരെയും വാട് കാണിച്ച് തോക്ക് ചൂണ്ടിയിട്ട് ഇസ്ലാമിലേക്ക് കടത്തുന്ന പരിപാടിയൊന്നുമില്ല. ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ്, അവരുടെ ചോയ്സ് പ്രകാരം അവർ യഥേഷ്ടം തെരഞ്ഞെടുത്തുകൊണ്ട് എങ്ങോട്ടാണ് ഇസ്ലാം ദീൻ നയിക്കുന്നത്? ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്, ഏത് നിലക്കും ദുനിയാവിലും ആഖിറത്തിലും ഖൈറുള്ളതിലേക്ക് നയിക്കുന്നതാണ് ഇസ്ലാം ദീൻ. ആ ഇസ്ലാം ദീൻ എന്നും ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് വിഷയം. ആ ശരീഅത്തിന്റെ നിയമം പൂർണ്ണമായി പാലിച്ച് ജീവിക്കണം മുസ്ലിമീങ്ങളെ. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. വിവരമില്ലാത്തവർ വിവരക്കേട് വിളമ്പും, അതിൻ്റെ ഒന്നും പിന്നാലെ പോകണ്ട. ഒരു വ്യാജ തരീഖത്തുകാരന്റെ പിന്നാലെ പോകണ്ട. അതേപോലെ തന്നെ വിവരമില്ലാത്ത പുത്തൻവാദിയുടെ പിന്നാലെ പോകണ്ട. അതൊന്നും അടിസ്ഥാനപരമായ തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. ഷിയാക്കളായാലും റാഫിദത്തായാലും നാസിബത്തായാലും, നാസിബത്ത് എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബിനെ ആക്ഷേപിക്കുന്ന കക്ഷികളാണ്. അതേസമയത്ത് ഷിയാക്കളാണെങ്കിലോ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളടക്കമുള്ളവരെ, സിദ്ദീഖുൽ അക്ബർ തങ്ങളടക്കമുള്ളവരെ നിസ്സാരപ്പെടുത്തി അലി ഇബ്നു അബീ ത്വാലിബിനെ മാത്രം ബഹുമാനിക്കുന്നുവെന്ന് പ്രകടിപ്പിക്കുന്നവരാണ്. വാസ്തവത്തിൽ അവരും അലി ഇബ്നു അബീ ത്വാലിബിനെ നിന്ദിക്കുന്നവരാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അങ്ങനെ ഷിയാക്കളാണെങ്കിലും, ഇനി മുഅ്തസിലത്താണെങ്കിലും, ഖവാരിജാണെങ്കിലും, ഏത് പുത്തൻവാദികളാണെങ്കിലും അവരെ പിന്തുടർന്ന് പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ഔലിയാക്കൾ മറഞ്ഞ കാര്യം അറിയൂല എന്ന് പറയുന്ന വാദം മുഅ്തസിലത്തിന്റെ വാദമാണ്. അതേ ആ വാദമാണല്ലോ സമഖ്ശരി അദ്ദേഹത്തിന്റെ അതാ കിതാബിൽ രേഖപ്പെടുത്തിയത്. അതിനെയാണല്ലോ ഇമാം റാസി ഗണ്ണിച്ചത്. അങ്ങനെയുള്ള മുഅ്തസിലത്തിന്റെ വാദമാണ് ഇപ്പോഴും പല പുത്തൻവാദികൾക്കുമുള്ളത്. ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുന്ന വാദം, കറാമത്ത് നിഷേധിക്കുന്ന വാദം, അതിലൊന്നും
മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. നമ്മുടെ മുൻഗാമികളായ സഹാബത്ത് മുതൽക്ക് ഇന്നേ വരെ പിന്തുടർന്നു വന്ന ആലിമീങ്ങൾ കാണിച്ചു തന്ന വഴി പിന്തുടർന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണവന്മാരെ, യുവാക്കളെ, കുട്ടികളെ, 5 വഖ്ത് ഖളാ ആകാതെ നിസ്കരിക്കണം. ഹറാമുകളിലേക്ക് കടന്നു പോകാതെ ഒരിക്കലും നമ്മൾ ലഹരിയുടെ ആളുകളാകരുത്, മദ്യം കുടിക്കുന്നവരാകരുത്, ബ്രാൻഡിയുടെയും വിസ്കിയുടെയും വക്താക്കളാകരുത്, അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കരുത്, ഒരന്യപെണ്ണുമായി ചാറ്റ് ചെയ്യുന്ന വൃത്തികെട്ട സ്വഭാവം നമുക്കുണ്ടാകരുത്. നമ്മളതാ ബഡ്ഡിയുമായി പലിശയുമായി നീങ്ങരുത്. നമ്മൾ അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുമ്പോ, അവന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുമ്പോ അവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹ് നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ആ റബ്ബ് പൊരുത്തപ്പെടുന്നത് മാത്രം ജീവിതത്തിൽ ചെയ്യണം. അവൻ കൽപ്പിച്ചത് ജീവിതത്തിൽ പകർത്തണം. അവൻ വിരോധിച്ചതെല്ലാം കൈയൊഴിക്കണം. എന്തെങ്കിലും ഒരു കാര്യം നേടാനോ മറ്റൊരാളോടുള്ള വൈരാഗ്യം തീർക്കാനോ സിഹർ ചെയ്യുന്ന പാർട്ടിയിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സബഉൽ മൂബിഖാത്തിൽപ്പെട്ട തെറ്റാണ്. ഒരിക്കലും തന്നെ മറ്റൊരാളെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ചില കണക്കന്മാരുണ്ട്, അവരെ സമീപത്ത് എന്നാൽ അവർ പറയും നിങ്ങളുടെ അളിയൻ നിങ്ങൾക്ക് സിഹർ ചെയ്തതാണ്, നിങ്ങളുടെ അമ്മായി നിങ്ങൾക്ക് സിഹർ ചെയ്തതാണ് എന്നിങ്ങനെ പറഞ്ഞ് കുടുംബം തെറ്റിക്കുന്ന ചില കണക്കന്മാരുണ്ട്. അവരെ വാചകങ്ങളൊന്നും തന്നെ വിശ്വസിക്കാൻ പോകരുത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന്റെ മാനദണ്ഡം വെച്ചുകൊണ്ടല്ലാതെ ഒരു വിഷയത്തെയും അളക്കാൻ പോകരുത്. കൃത്യമായി അല്ലാഹുവിന്റെ ദീന് ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിന്റെ സാലിഹീകൾ നടന്ന വഴിയിൽ ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എൻ്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വയസ്തജീബുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വയസീദുഹും മിൻ ഫദ്ലിഹി വൽ കാഫിറൂന ലഹും അദാബുൻ ശദീദ്. എല്ലാവരുടെ ദുആയും ഒരുപോലെയല്ല. ഓ സുഹൃത്തുക്കളെ, അത്യാവശ്യം ഒരു സ്ഥലം ചെയ്തു അതിൻ്റെ സുഹൃത്ത് ഒരു സെൻറ്റ് നേറ്റ് ക്യാഷ് 4 ലക്ഷം രൂപ പറയണ്ട, മക്കളൊക്കെ സഹായിക്കണം. ഇവിടുത്തെ സ്ഥാപനത്തിന് വേണ്ടി സ്ഥലമെടുത്തിട്ടുണ്ട്. എല്ലാവരും സഹായിക്കണം. ഒരു വ്യക്തി 1 സെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും കഴിവിന്റെ പരമാവധി, അത് സദഖ ജാരിയ എന്നും നിലനിൽക്കുന്നതാണ്. അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണം. ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഖുർആൻ പറയാണ്, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. അല്ലാഹു തആല അടിമകൾ തെറ്റ് ചെയ്തു പോയവരാണെങ്കിൽ നിരാശരാകണമെന്നല്ല പറയുന്നത്. ഞാനൊരു തെറ്റൊന്നും ചെയ്യാത്ത മഅസൂമല്ലല്ലോ. അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനാണ്. തെറ്റുകളിൽ ഖേദം വേണം മനസ്സിൽ. സൽക്കർമ്മം കൂടുതൽ ചെയ്യാൻ കഴിയാത്തതിൽ ഖേദം വേണം മനസ്സിൽ. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്ത്. അവൻ എല്ലാ തെറ്റുകൾക്കും മാപ്പ് കൊടുക്കുന്നവനാണ്, പക്ഷേ ഖേദിച്ചു മടങ്ങണം. വയഅഫു അനിസ് സയ്യിആത്തി വയഅലമു മാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അവൻ നന്നായി അറിയുന്നവനാണ്. ശേഷം പറയാണ്, വയസ്തജീബുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. അതേ, ചോദിച്ചാൽ ഉത്തരം കൊടുക്കുന്ന റബ്ബാണല്ലോ, പക്ഷേ അവൻ പെട്ടെന്ന് ഉത്തരം നൽകുന്നത് ആർക്കാണ്? വയസ്തജീബുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാർക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യും, സംശയമില്ല. ചിലപ്പോൾ തമ്മാടികൾ ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അന്യന്റെ ഹക്കും വയറ്റിലാക്കി നടക്കുന്നവൻ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. അത് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, അന്നാ യുസ്തജാബു ലഹു. അത്തരക്കാർക്ക് എങ്ങനെ കിട്ടാൻ? അതേ, കഴിക്കുന്ന ഭക്ഷണം ഹറാം, വസ്ത്രം ഹറാം.
ജീവിതമൊക്കെ ഹറാമിൽ നീങ്ങുന്നവർക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അന്നാ യുസ്തജാബു ലഹു, അങ്ങനെ ഹദീസിലുണ്ടല്ലോ. ഖുർആൻ ഇവിടെ പറയുന്നു, വസ്തജീബുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാർക്ക് അല്ലാഹു ദുആക്ക് ഉത്തരം നൽകുന്നു. വയസീദുഹും മിൻ ഫളിഹി, പടച്ചവന്റെ ഔദാര്യത്തിൽ അവർക്ക് ധാരാളമായി വർദ്ധിപ്പിച്ച് അല്ലാഹു കൊടുക്കുന്നു. വൽ കാഫിറൂന ലഹും അദാബുൻ ശദീദ്, നന്ദിയില്ലാത്തവരുണ്ടല്ലോ, സത്യനിഷേധികളുണ്ടല്ലോ, അവർക്ക് കടുത്ത ശിക്ഷയാണ് നബിയേ. അതേ, ഈമാനും സൽക്കർമ്മവുമുള്ളവർക്ക് ദുആക്ക് ഉത്തരമാണ്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു. ഓ സുഹൃത്തുക്കളെ, ഔലിയാക്കളിൽ വലിയ പ്രമുഖനാണ്. ഇബ്നു തൈമിയ്യ അടക്കം സഹ്ലു തുസ്തരി തങ്ങളെ മദ്ഹ് പറഞ്ഞത് കാണാം. ആ സഹ്ലു തുസ്തരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭരണാധികാരിക്ക് തീരെ സുഖമില്ല. എല്ലാ വൈദ്യന്മാരും പരാജയപ്പെട്ടു. അംർ ഇബ്നുൽ ലൈസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആരോ പറഞ്ഞു, ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരാളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. ആളുകൾ ചൂണ്ടിക്കാണിച്ച് സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ ആണ്. കൊട്ടാരത്തിലേക്ക് വിളിച്ചപ്പോൾ മഹാനവകൾ ചെന്നു. ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ ശരിയായ മുത്തഖിയായ പണ്ഡിതന്മാരെ സ്വഭാവം, അവരതാ ദീന് പറയും, അതിനാരെയും ഭയപ്പെടൂലല്ലോ. സഹ്ലു തുസ്തരി തങ്ങളതാ പറയാണ്, ഞാൻ ദുആ ചെയ്തിട്ട് എന്താ കാര്യം? ഉത്തരം കിട്ടൂല. കാരണം നിങ്ങളെ ഭരണത്തിന് കീഴിൽ നിരപരാധികളെ പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട് നിങ്ങൾ. പിന്നെ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? ആ സമയത്ത് എന്നെ ഭരണാധികാരി തൗബ ചെയ്തു, നിരപരാധികളെ മുഴുവനും വിട്ടയക്കാൻ ഓർഡർ ചെയ്തു. അപ്പോഴാണ് സഹ്ലു തുസ്തരി തങ്ങൾ കൈ ഉയർത്തിയിട്ടൊരൊറ്റ ദുആ, അല്ലാഹുവേ, നിന്നോട് തെറ്റ് ചെയ്തപ്പോൾ അതിന്റെ നിന്ദ്യത നീ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ തൗബ ചെയ്തില്ലേ? അദ്ദേഹത്തിന്റെ മനസ്സ് നീ ശുദ്ധിയാക്കിയില്ലേ? അതുകൊണ്ട് നീ അദ്ദേഹത്തിന്റെ ശരീരവും നീ ഒന്ന് ശുദ്ധിയാക്കി, രോഗം സുഖപ്പെടുത്തി, ലാഹിറും നീ ഒന്ന് ആഫിയത്താക്കണം. അല്ലാ, നീ നേരത്തെ നിനക്കെതിരായി പ്രവർത്തിച്ചതിന്റെ പേരിൽ, തെറ്റുകൾ ചെയ്തതിന്റെ പേരിൽ നീ അദ്ദേഹത്തിന് വലിയ പരീക്ഷണം കൊടുത്തല്ലോ അല്ലാ. അങ്ങനെയുള്ള പരീക്ഷണത്തിന്റെ വസ്ത്രമാണ് നീ നേരത്തെ അണിയിച്ചതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം തൗബ ചെയ്തല്ലോ, തെറ്റ് തിരുത്തിയല്ലോ, നിന്നിലേക്ക് ഖൽബ് തിരിച്ചല്ലോ. അൽബിസുഹു ലിബാസൽ ആഫിയ, ആഫിയത്തിന്റെ ഡ്രസ്സ് ധരിപ്പിക്കണേ അല്ലാ. ദുആ കഴിയുമ്പോഴതാ അംർ ഇബ്നുൽ ലൈസ് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. പിന്നെ രോഗമില്ല. വലിയ ധനമാണ്, വലിയ സമ്പത്താണ് സമ്മാനമായി ഹദിയായി കൊടുത്തത്. പക്ഷേ സഹ്ലു തുസ്തരി തങ്ങൾ അത് സ്വീകരിച്ചില്ല. പോകുമ്പോൾ കൂടെയുള്ള ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ശൈഖേ, അത് വാങ്ങിയെങ്കിൽ നമുക്ക് കടം വീട്ടിക്കൂടായിരുന്നോ? അപ്പോഴാണ് പറയുന്നതോടോ, അള്ളാഹുവിന്റെ സഹായമുള്ളവർക്ക് ഇങ്ങനെ ഒരാളെ സഹായം വേണോ? നീയൊന്ന് നോക്കൂ മോനെ. നോക്കുമ്പോൾ ഭൂമി നിറയെ സ്വർണം, ഇങ്ങനെ സ്വർണ്ണക്കട്ടികളാണ് കാണുന്നത്. അള്ളാഹു ഒരാളെ കൂടെയുണ്ടെങ്കിൽ അതേ ഇത്തരക്കാരെ സഹായം വേണോ? അല്ല പറഞ്ഞില്ലേ, ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. ഈമാനും ആത്മാർത്ഥതയുമുള്ള മഹാന്മാരുടെ കൂടെയാണ് അല്ലാഹ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹ്. അല്ല കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ സഹായമുണ്ടെന്നാണല്ലോ. ആ സഹായമാണ് ഔലിയാക്കൾ സാലിഹീങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ. അവരുടെ വഴി പിന്തുടർന്ന് ജീവിക്കുകയാണ് നമ്മളും ചെയ്യേണ്ടതെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ ഈ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള, നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്.